ഇറങ്ങൂട്ടാ അതിന് പ്ലാന്. ആറ് മാസമായിട്ടുള്ളതാ വെച്ചിട്ട് 6 മാസം. നമ്മുടെ അവിടെ കണ്ട നല്ല മഴ ഇങ്ങനെ നിന്നോളും. ഇനി നമുക്ക് കൊള്ളി പറിക്കാനുള്ളത് അവിടെ കേട്ടാ. ഇത് നമ്മൾ പറഞ്ഞല്ലോ പഴയ കൊള്ളിയായിരുന്നു എന്നുള്ളത്. നമ്മളുണ്ടല്ലോ ആ പറമ്പിലേക്ക് പോവാണ്, കുറച്ച് കൊള്ളിക്ക് പറിക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറേ പട്ടയും ഒക്കെ ചീഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ കൊണ്ടിടാന്ന് വെച്ചിട്ട്. പേളിക്കൂട്ടി നമ്മുടെ കൂടെ വരാൻ റെഡി ആയിട്ടാണ് നിൽക്കണത്. ചെറുതായിട്ട് മഴ തൂളുണ്ട്. മഴ എന്നെ നോക്കണില്ലേ, കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ ആ കൊള്ളി ഇപ്പോൾ പറിച്ചില്ലെങ്കിലേ പിന്നീട് അത് നാശമായി പോവും. അപ്പം എന്തായാലും ഇന്ന് കുറച്ച് പറിക്കണം എന്ന് വെച്ചിട്ടാ. പേളിക്കുട്ടി കരയെ കൂടി പോരെ, വെള്ളത്തോടെ ഇറങ്ങണ്ട, അവൾ ഇറങ്ങൂട്ടാ അതിന് പ്ലാന്. അയ്യോ, ഇവിടെ എത്തിയപ്പോൾ വീണു. സ്ഥലം എത്തിയില്ലെന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് വീണത്. നമ്മുടെ പേളിക്കുട്ടി അവിടുന്ന് എൻ്റെക്കാളും മുന്നൊന്ന് ഓടും, എന്നിട്ടൊന്ന് പതുങ്ങി അവിടെ നിൽക്കും. പിന്നെ ഞാൻ ഒപ്പം എത്തുമ്പോൾ വീണ്ടും അവളൊന്ന് ഫ്രണ്ടിലേക്ക് ഓടും. എങ്ങനെയായിരുന്നു കേട്ടോ അവിടെ നിന്ന് വന്നിരുന്നേ. പറമ്പൊക്കെ ഈ പറഞ്ഞ പോലെ മഴ പെയ്തിട്ടേ കാണാനായിട്ട് അത്രയ്ക്ക് ഒരു ഭംഗി പോരാത്ത പോലെ തോന്നുക. എത്ര ചെയ്തിട്ട് ആ ഒരു ഭംഗി കിട്ടണില്ല. ഞാൻ വർത്താനത്തിനിടയിൽ കുടടക്ക ഇടാൻ പോണത്. കുട അവിടെ കൊളത്തിട്ട് ആദ്യം പേളിക്കുട്ടി വരുന്നുണ്ടോ തോന്നിട്ട് അതേ ടൈസിനു. ടൈസാ വാടാ, വയ്യ പോരെ. അവനങ്ങനെ വരാറില്ലല്ലോ, അപ്പോൾ ആൾക്ക് ഇവളെ കൂടെ പിന്നാലെ വരല്ലേ. എന്നാൽ പിന്നെ ഞാനൊന്ന് പോട്ടേന്ന് വെച്ചിട്ട് ആൾ പതുക്കെ പോരെ അവിടെ നിന്ന്. അല്ലെങ്കിൽ ആൾ ആ വീട്ടിൽ കാവലായിട്ട് കിടക്കണതാ. ടൈസ, നീ അംബ്രൂസിനെ അവിടെ ഏൽപ്പിച്ച വീട് എന്നിട്ട് നീ ഇങ്ങോട്ട് പോന്നു അല്ലേ? പേളി എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്കും പോന്നൂടെ അല്ലേ? അവൾക്ക് എന്താ അത്ര പ്രത്യേകത എന്നുള്ള പോലെ അവർക്കുണ്ടല്ലോ നല്ല ബുദ്ധിക്കും. നമ്മുടെ എവിടെ ഉണ്ടല്ലോ നോക്കിയേ മണിത്തക്കാളി കേട്ടാ. നോക്കിയേ ഇവിടെ നമ്മൾ കുറച്ച് തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മഴയത്ത് പോയി. ഇതൊരു തക്കാളി ഉണ്ട് കണ്ടതേ, ഇത്ര ഉണ്ടാവുള്ളൂ മണിത്തക്കാളി. പിന്നെ നോക്കിയേ ഇവിടെ നോക്കിയൊരു വലിയൊരു കടയാട്ടാ മണിത്തക്കാളിയുടെ. ഇതിപ്പോൾ നിറച്ചുണ്ട്, നിറച്ച് കായകളാ വേണ്ട. ഈ മഴയത്ത് അവർ പിടിച്ച് നിന്നു. നല്ല മധുരട്ടാ, നമുക്ക് കഴിക്കുമ്പോഴേ നല്ല രസം കഴിക്കാൻ. എന്തൊരു കുഞ്ഞു കുരുക്കളാന്ന് പറയുക ഇതിൻ്റെ ഉള്ളിലത്തെ. ഇനിയിപ്പോൾ എന്തിട്ടാണെങ്കിൽ നോക്കിയേ, നമ്മുടെ ഈ ഒരു ചീരയ്ക്ക് നോക്കിയേ, ഇതൊക്കെയും ഒരു കതിര് പോലും വന്നിട്ടില്ല ഏട്ടാ. പക്ഷേ ഈ മഴ പെയ്യുമ്പോഴേ ഇങ്ങനെ നാശമാവും ചീര. അപ്പോൾ നമുക്ക് ആ സൈഡിലാണ് കൊള്ളി പറിക്കാനുള്ളത്. കുറച്ച് കൂടുതൽ നമ്മൾ പറിക്കുന്നുണ്ട്. പിന്നെ ഷായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കൊള്ളി പറിക്കാനായിട്ട്. എന്നെ കൊണ്ട് തന്നെ പറ്റില്ല, കാരണം കുറച്ച് കൂടുതലുണ്ടേ. നമ്മളെ അന്ന് ചേമ്പ് പുല്ലൊക്കെ ഞാൻ വലിച്ചില്ലേ നോക്കിയേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചാണം കൂടി ഇട്ട് കൊടുക്കണം, എങ്കിലാണ് ഷായിട്ടിന് മഴ ഇടാൻ പറ്റുള്ളൂ. അന്ന് പിന്നെ മഴയും കാര്യങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കൊള്ളിയൊക്കെ പറിച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചാണം കൂടി ഇട്ടിട്ട് വേണം പോവാൻ. അപ്പോൾ ഷായിട്ട് വരാൻ നേരം ഞാൻ ഫോൺ വിളിച്ച് നോക്കും, വരാൻ നേരം വേഗമാണെങ്കിൽ നമുക്ക് ആദ്യം ഇതിൽ ചാണം ഇടാം, എന്നിട്ട് പിന്നെ കൊള്ളി പറിക്കാം. അപ്പോഴേക്ക് ഷായിട്ട് എത്തും. എന്താ ടൈസുണ്ട് നോക്കിയ, പാവം ടൈസട്ടാ. പക്ഷെ പേളി വലിയ മേട്ടയായിട്ട് എല്ലാത്തിനും മുന്നിൽ. ഇവരൊക്കെ ഇങ്ങോട്ട് വരാറില്ലല്ലോ, അപ്പോൾ അവളാണ് എല്ലാത്തിനും മുന്നിലായിട്ട് ആദ്യം പോണത്.
ഞാൻ ഷായേട്ടനെ വിളിച്ചപ്പോൾ ഷായേട്ടൻ വരാൻ കുറച്ച് നേരം വൈകുന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ ചേമ്പിൻ്റെ കടക്കിലേ ആ ചാണകം എടുത്തിടാം. പിന്നെ പേളിക്കുട്ടി പാവം എൻ്റെക്കാളും മുന്നേ എല്ലായിടത്തും കിടന്ന് പരങ്ങി നടക്കുന്നുണ്ടാ. പേളിക്കുട്ടി നീയും കാട്ടിരിക്കുന്നു പോവണ്ട, നിന്റെ ആരോഗ്യം സേഫ് ആവണ്ടേ. അവളതൊന്നും കേക്കില്ല, ഇങ്ങനെ പോവാ അതിൻ്റെ ഉള്ളിൽ കൂടേക്ക്. ഇതൊക്കെ നമ്മുടെ ഓറഞ്ചാട്ടാ. ഓറഞ്ചൊക്കെ ഇതാ പെട്ടെന്ന് എടുത്ത് വെച്ച പോലെ വലുതായി നോക്കണു. നമുക്ക് കഴിഞ്ഞ വട്ടം കമൻറ്റ് വന്നു എൻ്റെ ബൂട്ട് എവിടെയാന്ന് ചോദിച്ചിട്ട്. എൻ്റെ ബൂട്ട് കീറി. ഷായറ്റിൻ്റെ ബൂട്ടിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടാ. നോക്കി പേഴിക്കുട്ടി അവിടെ കുഴി എടുക്കണ്ടല്ലോ. ടൈസാ പേളിക്കുട്ടിയെ, നീ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക അല്ലേ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട്, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട്. നമ്മുടെ മക്കളാരാ നോക്കുക? എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ മക്കളെ പിന്നെ അവളുടെ ഡ്യൂട്ടി ഒന്നുമല്ല. നമ്മൾ പോരുമ്പോൾ അവിടെ മക്കളെ ഏൽപ്പിച്ച് വരിക, അല്ലാതെ അവൾ നമ്മുടെ പിന്നാലെ. ഒരു മാറ്റം വന്നിട്ടില്ല പേളിക്കുട്ടിക്കിட்ட സ്വഭാവത്തിന്. ടൈസ് കുട്ടനൊക്കെ പ്രായമായി, അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് അവന് അല്ലേ. എന്നാലും എന്നെ കൊണ്ട് പറ്റണ പോലേക്ക് ഞാൻ വന്നു. ഇത്രയും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ ഓവറായിട്ടൊന്നും വേണ്ട വളേ. കൂടുതൽ വളം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നിയിട്ടുള്ളതാട്ടാ. എന്താ പറയുക, കിട്ടണ വിളവ് കുറവായിട്ടാണ് തോന്നാറ് അങ്ങനെ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ദശായിട്ട് വരുന്നുണ്ട്, അപ്പം ഇനി കൊള്ളി പറിക്കാം. നമ്മുടെ പഴയൊരു ചീര നോക്കിയേ, എൻ്റെ വലിപ്പം. അത് വേണമെങ്കിൽ നിറച്ച് കതിരും. ഇപ്പോൾ ഇലയിലാണ്ട് കതിര് മാത്രം നിൽക്കണേ. ഇതൊരു പഴയ കൊള്ളിക്കടയെ നോക്കി നോക്കാം. ചിലപ്പോൾ ചീഞ്ഞുണ്ടാവും, ചിലപ്പോൾ കിട്ടും. അതായത് പറിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ലേ ചേട്ടാ, മഴയ്ക്ക് മുന്നായിട്ട് പറിക്കേണ്ടതായിരുന്നു. അപ്പം നമ്മൾ അന്ന് അതിങ്ങനെ പറിക്കേണ്ടത് നിന്നിട്ടുള്ളതാണ്. പക്ഷെ കാണുമ്പോൾ നല്ല വലിപ്പമുള്ള കൊള്ളി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടാ. ഇപ്പുറത്തേക്ക് നിറച്ച് വെള്ളം ഇട്ടാ. നമ്മുടെ ഈ മതിലിൻ്റെ അപ്പുറത്ത് പാടണേ, അപ്പോൾ അതിനൊക്കെ നിറച്ച് വെള്ളം നിൽക്കണേ. നോക്കിയ നമ്മുടെ കൊള്ളിക്കടയുടെ കട നല്ല കനുണ്ട്. അപ്പം അതനുസരിച്ച് കൊള്ളി ഉണ്ടാവണം. അയ്യോ വേല് കുത്തി കയറണ്ട, പൊട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ചേട്ടാ. ആ വലിപ്പുണ്ട്. ഞാൻ കൈക്കോട്ട് എടുത്തിട്ട് ആക്കാം പതുക്കെ മണ്ണ് കളഞ്ഞിട്ട്. ഇത്ര മഴ പെയ്തിട്ട് നമുക്ക് ചില സമയങ്ങളിൽ തോന്നും മണ്ണ് മുഴുവൻ ഓറ് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നല്ല കനുള്ള നീറുള്ള കൊള്ളി തന്നെയാട്ടാ.
ഇവിടെ ദേ കൊള്ളിയുടെ കണ്ട തൊലിത്തിരി പോയി കൈക്കോട്ട് കൊണ്ടിട്ട്. അപ്പം നല്ല വലിപ്പമുള്ള കൊള്ളീനായിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്ട്രൈഡിന് പറിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നത്. ഞാൻ പൊട്ടാണ്ടെടുക്കാൻ നമ്മൾ മണ്ണ് നീക്കിയപ്പോൾ 1 2 3 4 കൊള്ളി കണ്ടുട്ടാ. അപ്പം നല്ല വലിപ്പമുള്ള കൊള്ളി തന്നെയാ. ഒരു കുഴപ്പമില്ല ചേട്ടാ, നല്ല കൊള്ളിയാ. നമ്മുടെ കൊള്ളിയിൽ തടിയാണ് കൂടുതൽ, ഭയങ്കര വണ്ണായിരിക്കും കൊള്ളിക്ക്. നോക്കിയേ, കണ്ട. ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാൻ ആ വണ്ണം എനിക്ക് നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ തോന്നിക്കില്ല കേട്ടോ ചേട്ടൻ കൈ കണ്ടോ, നോക്കിയേ. ചേട്ടൻ്റെ കയ്യിലിരിക്കുമ്പോൾ മനസ്സിലാവും, കണ്ട ചേട്ടൻ്റെ ബോഡിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിപ്പമുള്ള കൊള്ളിയാ. ഉറുമ്പുകളെ ഭയങ്കര കടിക്കുന്ന ഉറുമ്പ് ചേട്ടാ. അത് വെച്ചപ്പോ പാമ്പുണ്ടാവില്ല ഇവിടെ. അങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനത്തെ ഉറുമ്പുകളല്ലേ. ആ കൊള്ളിയില്ലേ നമ്മൾ വണ്ണറിയണെങ്കിലേ ഷായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കാട്ടി കൊടുക്കണ്ട ഒരു ഷേട്ടാ. എനിക്ക് ക്യാമറയിൽ അങ്ങനെ തോന്നിക്കണില്ല. കണ്ടാ, 2 കൈ കൂടി അത്രയും വലിപ്പുണ്ട് കേട്ടോ കൊള്ളി. വേണ്ട വേണ്ട ഷേട്ട വെച്ച് ഉറുമ്പ് കടിക്കണം, വേണ്ട. കൈ കൊണ്ട് എടുത്തോ എടുക്കല്ലേ. ഇനി നമുക്ക് കൊള്ളി പറിക്കാനുള്ളത് അവിടെ കേട്ടാ. ഇത് നമ്മൾ പറഞ്ഞല്ലോ പഴയ കൊള്ളിയായിരുന്നു എന്നുള്ളത്. എന്റെ വലിപ്പം നോക്കിക്കോ, വീഴാണ്. ഇനി നമുക്ക് പറിക്കാനുള്ള കൊള്ളികൾ ഇതാ ഇതൊക്കെയാണ് കേട്ടാ. ഇതൊക്കെയും എന്താ പറയാ, ഇതേ പുറത്തേക്ക് തന്നെ കാണാനുണ്ട് ചില കൊള്ളികൾ. കണ്ടാ അത്രയധികം ഇവിടെയും ഈ അറ്റ ഫുള്ളാ വരി ഫുള്ള് നമുക്ക് പറിക്കാനുള്ളതാ. ഇതെല്ലാതും ഫുള്ള് പറിക്കാനുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ കൊള്ളി പറിക്കണേക്കാളും മുന്നേ തന്നെ നമ്മുടെ പണിസ്ഥലത്തെ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ അവരെല്ലാവരും ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്ത് വിടണം. പിന്നെ ഉണ്ടല്ലോ നമ്മളെ സബോള നട്ടുകൊടുത്തിട്ടേ ഇതിവിടെ ഇങ്ങനെ ഫുൾ കാട് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കൽ കുറച്ച് കുറവാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് സബോളയ്ക്ക് പുല്ലിൻ്റെ ഇടയിൽ നിന്നിട്ട് ഉണ്ടോ കൈക്കോട്ട് കൊണ്ടുപോയി ഇത്. പിന്നെ നോക്കി ഇവിടെ കണ്ടാ, ഇത് എനിക്ക് 2 സവോളയുണ്ട് ഇവിടെ. അവിടെ ഇവിടുത്തെ ഈ ഒരു സവോളയുമ്പേക്ക് നോക്കിയേ, ഇതൊക്കെ നട്ടിട്ട് ഒരു ശരിക്കും പിടിച്ചിരുന്നു കേട്ടാ. കളയണമെന്നില്ല നമ്മൾ, എന്തായാലും ഇനി പുല്ലിങ്ങനെ വലിച്ച് നീക്കി നിർത്തി നോക്കണതേ. ഓക്കെ, സവോള നാശമായി പോകാണ്ട് കിട്ടി. പക്ഷെ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടായി കിട്ടിയേനെ. ഇനി എന്തെങ്കിലും കൊള്ളി അവിടെ സൈഡ് പറിച്ചു തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. അയ്യോ, ടൈസും കൂട്ടന്ന് വന്നിട്ട് നല്ല ഹാപ്പിയാ. ടൈസും പറയാം എത്ര സുഖം ഉണ്ടായിരുന്നു ഈ പറമ്പിൽ കിടന്ന് നടക്കാനെന്നുള്ള പോലെയാവും നടക്കണത്. അല്ല ടൈസും കുട്ടാ ഞാനിനി എന്ന് വരുന്നു പറയും അവൻ. ശരി, അവിടെ ഇരുന്നോ ടൈസും കൂട്ട, അവിടെ ഇരുന്നോട്ടാ. പിന്നൊരു കാര്യം കൂടി കാട്ടി തട്ടെ. നമ്മൾ ആദ്യം ഇവിടെ കപ്പലണ്ടി നട്ടിരുന്ന തടല്ലായിരുന്നേ. അപ്പം അതിൻ്റെ കപ്പലണ്ടിയുടെ മണികൾ വീണിട്ട് നോക്കി തന്നെ മുളച്ചിട്ട് കപ്പലണ്ടി ദേ ഇവിടേക്ക് ഉണ്ട്. കണ്ടാ, നമ്മൾ നട്ടതല്ല, പക്ഷെ ഇവര് മണി വീണിട്ട് ദേ അതുപോലെ നോക്കിയത് ഇവിടെ ദേ കണ്ടാ. ഇതിലേക്ക് നല്ല മണി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിടിച്ചോക്കട്ടെ. അല്ല, ആ മണിയുണ്ട്. നോക്കിയേ, ആരെ ടൈസിനാണോ നോക്കാൻ പറ്റുന്ന ടൈസാ. എനിക്ക് തിന്നാൻ പറ്റില്ലടാ അതൊന്നും. ഉണ്ടോ, നല്ല വലിപ്പമുള്ള 2 മണികൾ. അപ്പോൾ അതേപോലെ എനിക്ക് തോന്നുന്നു അയ്യോ നട്ടുകൂടൊക്കെയായിരുന്നു ഇപ്പോഴാണ് തോന്നണേ. ഇങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴ വരല്ലേ, ഇതൊന്നും ചിലപ്പോൾ നട്ടുണ്ടാവില്ലല്ലോ, ചീഞ്ഞു പോലോ എന്ന് വെച്ചിട്ടാണ് നടാണ്ടിരുന്നത്. പക്ഷെ നടായിരുന്നു കേട്ടാ. ഞാൻ നോക്കിയില്ല. സ്മിതയ്ക്ക് പറിക്കായിരുന്നു സുഖ പറിക്കാൻ. ആ ഈസിയായിട്ട് പോന്നു. നോക്കി ഇതിലത്തെ കൊള്ളി നോക്കിയേ, എന്ത് ബെസ്റ്റ് കൊള്ളിയാ നോക്കിയേ. എന്താ
നന്നായി പോട്ടെ ചേട്ടാ. എന്താ നല്ല വലിപ്പുള്ള നീളമുള്ള നല്ല കൊള്ളികള്. ആ എല്ലാം നല്ല കൊള്ളിയാട്ടാ. ഇതെന്താ ചേട്ടാ ഒരു കുടിക്കുള്ളി ചീഞ്ഞു പോയാ? അത് പുറ്റ. ഇതും അങ്ങനെ തന്നെ സുഖമായിട്ട് പോരും തോന്നുന്നുണ്ട്. ഇത് ചെറുതാ പക്ഷെ നല്ല രസമായിട്ടുള്ള കൊള്ളി. ഇത് രസം അത് മാത്രല്ല കേട്ടാ കുഞ്ഞു മണിമണി പോലത്തെ നിറച്ച് കൊള്ളി നമുക്ക് പുഴുങ്ങാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ചേട്ടാ. ഞാൻ പറിച്ചു നോക്കണം വെറുതെ. വേണ്ട 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 ഷായിട്ട് വലിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. വേണ്ട ഇത് ഞാൻ പറിക്കാന്ന് വെച്ചപ്പോളേ നല്ല നോക്കിയേ കപ്പലണ്ടി കണ്ട മുളച്ചു വരുന്നേ മഴ പെയ്തപ്പോ കണ്ട. അപ്പൊ എന്തോ നമുക്ക് സുഖമായിട്ടുണ്ടായിട്ടാ ഇതേപോലെ നന്നായിട്ട് മണ്ണ് ചേട്ടാ മണ്ണ് മാറ്റിട്ടിട്ട് താട്ടെടുത്ത പോലെ ആക്കിങ് ഉണ്ടായില്ലേ ചേട്ടാ. അയ്യോ ഇപ്പൊ വിഷമം തോന്നണു ചെയ്യായിരുന്നു എന്നുള്ളത് തോന്നണത്. ഇതൊക്കെ കണ്ട അതായത് നമ്മള് കൊള്ളിക്ക് മണ്ണ് മാന്തി ഇടുമ്പളേ അവിടത്തൊക്കെല്ലാം മാന്തി ഇടുക. അപ്പൊ ആ സമയത്ത് അങ്ങനെ മണികൾ വന്നിട്ടാട്ടോ അതേപോലെ ഉണ്ടായത്. ഇതിന് തൊട്ട ഇവിടെ നട്ടിരുന്നതേ അവിടുന്ന് വരുന്ന ഇതുകളാ. ഈ കൊള്ളിത്തട പറിക്കാൻ നല്ല സുഖം. ഇതിലധികം വലിപ്പൊന്നുമില്ല അല്ലേ ചേട്ടാ? അയ്യോ പൊട്ടിയിരുന്നുണ്ട്. പക്ഷെ ഇതിനെ നമുക്ക് നല്ല കൊള്ളി ശരിക്കും ഒരു ഉപ്പേരിക്കോ വറക്കാനോ ഒക്കെ ഈ ഒരു പാകമുള്ള കൊള്ളിയാണ് നല്ലത്. കാരണം നമുക്ക് നീളത്തിലൊക്കെ അരിഞ്ഞ് ഉപ്പേരിക്ക് വറക്കണമെങ്കിലേ ഇതൊക്കെയല്ലേ 6 മാസം കൊള്ളി 6 മാസം. എന്തായാലും എനിക്ക് കൊള്ളി വറക്കണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് പാകത്തിനുള്ള കൊള്ളികൾ കിട്ടിയിട്ടുണ്ട്. മഴയ്ക്ക് ഒന്ന് തോർന്ന ഒരു അന്തരീക്ഷം പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ ചെറുതായിട്ടൊരു കാർമേഘം ഉണ്ട് കേട്ടാ. ശേഷമായിട്ട് ഇതേ അടുത്തൊരു കടി കൂടി പറിച്ചു. അതിലൊരു ഒരു പ്രത്യേക മോഡൽ കൊള്ളി. ഇതൊക്കെ സിമ്പിള്. അതായത് എനിക്ക് ഇങ്ങനത്തെ കൊള്ളി നല്ലത്. എനിക്കത് വറക്കണം എന്നുണ്ടായിരുന്നു ചേട്ടാ. അതൊക്കെ ചെറിയൊരു തറികൾ മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളതാ. വെറുതെ മണ്ണ് കൂട്ടിയിട്ടുള്ളോ. കുറച്ച് വെണ്ണൂറ് ഇട്ടിട്ടുണ്ട് നമ്മൾ അല്ലേ? മണ്ണിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി പറിക്കണ്ടേ ചേട്ടാ? പറിക്കല്ലേ? ഈ 2 കൂടി പറിക്കാം. അപ്പൊ ഭാഗം വൃത്തിയായി ചെത്തി വൃത്തിയാക്കാൻ എളുപ്പമായി. ഈ കൊള്ളി നോക്കിയേ. ഇത് നല്ല കൊള്ളിയാ. എന്തൊരു നീളാന്നറിയ കൊള്ളിക്ക്. പക്ഷെ എനിക്ക് ഒരു 3 കട എനിക്ക് പാകത്തിലുള്ള വലുപ്പത്തിലുള്ള ചെറിയ കൊള്ളികൾ കിട്ടിയിട്ട് ബാക്കി എല്ലാതും വലിയ മന്ദം കൊള്ളികളെ ഉണ്ട്. ഈ 2 കൂടി പിന്നെ ആ സൈഡ് നിറച്ചുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നമ്മുടെ അടുത്ത ചന്ദ്രേച്ചി ഇവർക്കൊക്കെ. ഇതിപ്പോ നമുക്ക് ഇന്നത്തെ നമ്മുടെ പണിക്കുട്ടികൾ കൊടുക്കാന്നല്ലേ? അവർക്ക് കൊണ്ടുപോവാം. ഇത് നല്ല വലിപ്പമുള്ള കൊള്ളി തന്നെയോട്ടോ ചേട്ടാ. നമ്മൾ ഓരോ കൊള്ളിക്കട പറിക്കുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ അടുത്ത കൊള്ളി ഒന്നും മോശമാവാറില്ല. നല്ല കൊള്ളികളാവാറുണ്ട്. ഈ കൊള്ളി ഈ കൊള്ളിയുടെ ഭംഗി നോക്കിയേ. ഈ കൊള്ളി ഞാൻ തറി കണ്ടപ്പോഴേ പറഞ്ഞു നല്ല വലിപ്പമുള്ള കൊള്ളി നല്ല കൊള്ളിയായിരിക്കും. ഭംഗി കേട്ടോ. നക്ഷത്രം പോലെ നല്ല ഭംഗിയാണ്. പ്രാധാന്യം നല്ല രസമാണ്. രസം കാണാൻ നല്ല ഭംഗിയുള്ള കൊള്ളിയാണ്. ഈ കൊള്ളി അതേപോലെ തന്നെ നല്ലതാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ചേട്ടാ. ഇത് ഇവിടെ നോക്കിയേ നാളികേരം എടുത്തോണ്ട് പോകാൻ നോക്കണേ. അവള് സഹായിക്കാൻ നിൽക്കണ മാതിരിയാ. കൂട്ടത്തില് വലിയ ആളായിട്ട് എപ്പോഴും. ഇത് നോക്കിയേ. ഇതൊന്നല്ല കൊള്ളി. ഞാൻ പറഞ്ഞ നമുക്ക് കൊള്ളിയുടെ തറി കണ്ടറിയാം അത് എത്രമാത്രം കൊള്ളി ഉണ്ടാവും എന്നുള്ളത്. നല്ല കൊള്ളിയായിട്ട് അതില് മതിയാ. അത്ര മതി. ഇപ്പൊ ഇതും വരെ നമ്മള് ഫുള്ള് പറിച്ചുട്ടാ കൊള്ളി. ചായേട്ടനെ എന്തായാലും ഇപ്പൊ കൊള്ളി പറിക്കാൻ പറമ്പിലേക്ക് ഇറങ്ങി.
അപ്പോൾ ചേട്ടൻ പറയണത് കുറച്ചുകൂടി നേരം പറമ്പിൽ ചേട്ടൻ പണിയാൻ നിൽക്കണ്ടെന്നാണ് പറയുന്നത്. കാര്യം കണ്ട കുറേ കാടുണ്ട്, ഒക്കെ എടുക്കണം. ഇവിടെ എന്ന് പറഞ്ഞാലേ എന്തായാലും സ്മിതയ്ക്ക് ചെത്താൻ പറ്റും. എനിക്ക് കൈക്കോട്ടോട്ട് ചെത്താൻ സുഖമായിട്ട്. സ്മിതയ്ക്കുള്ള പണിയാണിത്. എനിക്ക് ഓരോന്നിൻ്റെ കടക്കിൽ പുല്ല് വന്നിട്ടുള്ളത് മാത്രം വിളിച്ചാൽ മതി. ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് കേട്ടാ. ചേട്ടതാ വൃത്തിയാക്കാൻ തുടങ്ങി. നമ്മുടെ പേളിക്കുട്ടി ഇതാ അവിടെ വേണ്ടിയിരിക്കുന്നുണ്ട്. ഒരാരും പോയിട്ടില്ല, ക്ഷമയോട് കൂടി ഇരിക്കുന്നുണ്ട്. ടൈസും കൂട്ടും എന്താ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ കൊള്ളിക്ക് ആദ്യം എടുത്ത് അർബാനയിലേക്ക് വെക്കട്ടെ. വെച്ചിട്ട് ഈ കൊള്ളിത്തറയ്ക്ക് ഒന്ന് വെട്ടി ഒതുക്കി വെക്കും വേണം. ഓരോ കൊള്ളിക്ക് ഓരോ ഭംഗി കണ്ട. ഈ കൊള്ളിയുടെ ഭംഗി നോക്കിയേ. ഏറ്റവും ഭംഗി ഈ കൊള്ളിയാട്ടാ. അയ്യോ നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെയല്ല. പേളിക്കുട്ടി നിനക്ക് കൊള്ളി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ? പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേളിക്കുട്ടി അത് കൊണ്ടുപോയേനെ. എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തേനെ പേളിക്കുട്ടി, പാവം. അപ്പം എൻ്റെ കൂടെ നടക്കാൻ മാത്രമേ എൻ്റെ പേളിക്കുട്ടിക്ക് പറ്റുള്ളൂ, ടൈസും കൂട്ടനും. കൊള്ളി നമ്മുടെ ഇതിൽ ഫുള്ള് കൊള്ളില്ലാന്ന് എനിക്ക് തോന്നണേ. ഷായേട്ടനെ വിളിക്കേണ്ടി വരും. എന്നെ കൊണ്ട് തന്നെ എന്തായാലും തള്ളാൻ പറ്റില്ല. ഷായേട്ടൻ കൊണ്ട് ചേട്ടൻ വരും. ഷായേട്ടനെ വിളിക്കട്ടെ ഞാൻ. ഷായേട്ടാ വന്നോ, എന്നെ കൊണ്ട് തന്നെ പറ്റണില്ല. ഷായേട്ടനോട് പറഞ്ഞതാ ഷായേട്ടൻ കൊണ്ടുവച്ചരാന്ന്. ഞാനപ്പോൾ വേണ്ട ഞാൻ കൊണ്ടുപോകാന്നുള്ളതിൽ ഏറ്റെടുത്തതാ. പേളിക്കുട്ടിയെ ഇതൊക്കെ നമുക്ക് നടാനുള്ള കൊള്ളിത്തറിയാണേ. നല്ലത് മാത്രം നടുള്ളൂ കേട്ടാ, ഈ ചെറുതൊന്നും നടില്ല. ഇതൊക്കെ നല്ല കൊള്ളിയുടെ അല്ല. അപ്പം അത് ആ കൊള്ളിയുടെ തന്നെ തറികൾ നട്ടു കൊടുത്താലേ ഇതേപോലെ തന്നെ നല്ല കൊള്ളികളുണ്ടാവേ. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൊള്ളിത്തറി എങ്ങനെ നമ്മൾ നടണേന്നുള്ളതൊക്കെ കാണിച്ചു തരാട്ടാ. ഇന്നവിടെ കൊണ്ട് ഒതുക്കി വയ്ക്കട്ടെ. ഇതെന്നെ കൊണ്ട് എങ്ങനെയാ പറ്റുക? അല്ലെങ്കിൽ പിടിക്കണ ഇരുന്നോളൂ അല്ലേ? കറക്റ്റ് ഇരുന്നു. ഇനി പറയണ്ടല്ലോ. ഇത് മതിയോ? അവർക്ക് അത്ര മതി. ഓ നമ്മുടെ ടൈസിനും പേളി ആദ്യം പോയി വിടില്ലാന്ന് വിചാരിക്കുന്നു. അയ്യോ ഞാൻ പിടിക്കാം. അത് ശരിക്കും വെച്ചിട്ടില്ലേ? അതാണ് വേണമെങ്കിൽ ഇതിനെങ്ങനെ പിടിക്കാം. വേണ്ട വീഴില്ല അല്ലേ? വീഴില്ല. ഇത് താങ്ങി നിൽക്കുന്നുണ്ട്. ഞാനേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയില്ലേ, നമ്മുടെ കൊള്ളി നന്നേ വേണം കൊള്ളിയായിട്ടാ. ഞാനതാ കഴിഞ്ഞ വീഡിയോയിൽ വെക്കണത് കാണിച്ചത്. കോട്ട നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ ചേട്ടാ, നല്ല വെയിറ്റ് ഉണ്ടേ. കുഴപ്പമില്ല അല്ല, അത് നല്ല സ്ലിപ്പാവണ്ട് നോക്കിക്കോളൂ കേട്ടാ. അപ്പോൾ നമ്മളിതാ കൊള്ളി അവിടെ നിന്ന് തള്ളി ഷായിട്ട് ഇവിടെ വരെ കൊണ്ടുപോകുന്നു കേട്ടാ.
കൊള്ളി ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ ഇന്നത്തെ കൊള്ളി നമ്മുടെ ഇവിടെ പണിസ്ഥലത്ത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ കൊള്ളി നമ്മളിവിടെ തന്നെ ഇറക്കി വയ്ക്കാട്ടാ. ധനേഷിനെ വിളിച്ചാ? ധനേഷിനെ ചേട്ടാ അവിടുത്തെ കുട്ടീനെ വിളിക്കാനേ, അവനോട് ഒരാളോട് പറഞ്ഞേൽപ്പിച്ച് പോയാൽ പിന്നെ അവരെല്ലാവർക്കും കൊടുത്തോളല്ലോ. കുറച്ച് കൂടുതൽ പറിച്ചു, അപ്പം എല്ലാവർക്കും പൂവ് കൊണ്ടുപോകാലോ. ഇവര് പോകുമ്പോഴേക്കും നാശാവോ വേറെ പറിക്കാൻ വേണമെങ്കിൽ? അതെ, അതെടുത്തോ. അല്ല അതൊക്കെ ഇറക്കി എല്ലാവരും ഇറക്കി വെക്കുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല ഏട്ടാ, കൊള്ളിയുടെ ഈ തറിയില്ലേ, തറിയുമ്പോ എന്നെ വെച്ച് വെക്കുകയാണെങ്കിലേ അതേപോലെ ഇരിക്കും, ഒരു കേടുമില്ല. നമ്മള് തറിയുമെന്ന് വെട്ടി നീക്കുമ്പോഴാണ് കേട് വരിക. 6 മാസമായിട്ടുള്ളതാ വെച്ചിട്ട് 6 മാസം. ഇത് നോക്കിയതിന്റെ ഭംഗി, ഈ കൊള്ളി ഭയങ്കര ഭംഗി തോന്നി. കണ്ട ചെറിയ തെറികളെ ഇത് ആ തറി കൊണ്ടുപോവാണെങ്കിലേ അത് കുത്തി കൊടുക്കാനും പറ്റും. ഇത് വെട്ടിയിട്ട് ഇത്ര ഇതിലേക്ക് വന്ന പീസുകളാക്കാം, എന്നിട്ട് കട കുഴിച്ചിടാ. ഇത് വെട്ടിയിട്ട് ഈ ഭാഗം കുഴിച്ചിടാ. ഇത് വെട്ടാ ഇത്ര പോകുന്ന പീസ് മതി, ഇത്ര മതി കുഴിച്ചിടാം. നമുക്കത് മതിയാ? നമുക്കത് മതി, ഇത്തിരി മതി. എനിക്ക് വറക്കാനാ ഒന്ന്. ശരി ധനേഷ്. ജിന്നിലെന്താ പോണേ വീട്ടിയെ? ചിലപ്പോൾ ഇരിക്കട്ടെ, ഇത്തറിയുമ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇരിക്കണ്ടോ? അതല്ലെങ്കിൽ അന്ന് പൂവ് പറഞ്ഞാൽ മതി, ഷായിട്ട് വേറെ പറിച്ചു തരും. നമ്മുടെ അവിടെ കണ്ട നല്ല മഴ ഇങ്ങനെ നിന്നോളം പെയ്യാണെങ്കിൽ വെള്ളം കയറിയിട്ടായി. വട്ടം അങ്ങനെ കയറിയിട്ടില്ല. അരമണിക്കൂറൊക്കെ പെയ്ത് കഴിഞ്ഞ് പോണ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എന്നാലും മഴവെള്ളം കുറേ പോയി നല്ല തെളിഞ്ഞ വെള്ളമായി. അമ്രൂസ് ടൈസൺ നമ്മുടെ പേളിക്കുട്ടി അവിടെ പോയി. അവളവിടെ ഉണ്ട്. ഓ അമ്രൂസ് കൂട്ടം പിന്നെ വീട് കാവലാവാൻ വേണ്ടിയിട്ട് നിന്നു. ടൈസനും പേളി നമ്മുടെ അടുത്തുണ്ടായിരുന്നല്ലോ അല്ലേ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാണങ്ങൾക്ക് ചപ്പാത്തി ആട്ടോ കൊടുക്കണത്. അപ്പോൾ നമ്മുടെ മൈക്ക് ഓഫായി പോയി, അതുകൊണ്ട് തന്നെ അവരുടെ ആ സംസാര രീതികളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴാണെങ്കിലും വോയിസ് കൊടുക്കുകയാണ് ചെയ്യണത്. ചപ്പാത്തിക്ക് നിന്ന് കഴിഞ്ഞപ്പോഴേ ഞാൻ പാല് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ കാത്തുനിൽപ്പാട്ട് അവരവിടെ നിൽക്കണത്. അപ്പോൾ പിന്നെ നമ്മുടെ പേളിക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ പാലെടുക്കണ കാരണം അമ്മേനും കൂടി മൈൻഡ് ചെയ്യാണ്ടാണ് അവർ നിൽക്കണത് എല്ലാവരും. കണ്ട നമ്മുടെ പേളിക്കുട്ടി നിൽക്കണത്. പേളിക്കുട്ടിയാണെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഒന്നും കഴിക്കില്ല കേട്ടോ. അവൾ ഒതുങ്ങി അങ്ങോട്ട് നിൽക്കുള്ളൂ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കുണ്ടല്ലോ കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം മാത്രമല്ല കേട്ടോ, അവർക്ക് ഇത് ഇത്രയും ഏരിയ നമ്മളവിടെയൊക്കെ നെറ്റ് കെട്ടിയിട്ട് കൊടുത്തു നോക്കുകയാണ്. അതിങ്ങനെ ഫുള്ളുണ്ട് അവർക്ക്. നമ്മുടെ പറമ്പിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലം മാത്രമായിട്ടാണ് നമ്മൾ എന്താ പറയുക ഇട്ടിട്ടുള്ളൂ. ബാക്കി ഇതൊക്കെയും ഇവിടെയൊക്കെ അവർക്ക് കളിക്കാം. പക്ഷേ ഈ ചട്ടിയൊക്കെ ഒരു ഇത് നശിപ്പിച്ചിട്ടുണ്ട് കണ്ട അവർ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഫുള്ളിങ്ങനെ നെറ്റ് അടിച്ചു നോക്കുകയാണ് നമ്മൾ. അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അപ്പുറത്താണല്ലോ ഓരോന്ന് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലം കൊടുത്തിട്ടുണ്ട് കണ്ട. അവരെ പണിയായിട്ടാ ഈ ചട്ടികളൊക്കെ ഇങ്ങനെ നശിപ്പിച്ചിട്ടുള്ളത് കണ്ട. എല്ലാം നശിപ്പിച്ചവർ അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമത്തിലേതേ ഇതൊക്കെ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവർക്ക് ഇങ്ങോട്ട് കടക്കാനായിട്ട് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ അതപ്പോൾ ഓടി വന്നിരിക്കുക. 2 പേരും ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടപ്പോൾ വേഗം ഓടി പോന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് കളിക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പക്ഷെ അവർ ഏറ്റവും ഇഷ്ടം അവർക്ക് നമ്മുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് എപ്പോഴും അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുക അവർ. വയ്യമ്മയുടെ കുട്ടികൾ വാ ഇങ്ങോട്ട് വയ്യോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചുട്ടാ പട്ടിയിറച്ചി എന്താണെന്നുള്ളത്. ഞാൻ വിചാരിച്ചേ പട്ടിയിറച്ചി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന വിചാരിച്ചേ. പക്ഷേ പട്ടിയിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിൻ്റെ ഇറച്ചിയാണ്. അതായത് നമ്മൾ ബീഫ് കടയിൽ പോയിട്ട് നമ്മൾ ചോദിക്കും പട്ടിക്കുള്ള ഇറച്ചി തരാൻ. അപ്പോൾ അവർ തരിക. അതാണ് ബീഫൊക്കെ നന്നാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞതുണ്ടാവുമല്ലോ, അതാണ് കേട്ടോ പട്ടിയിറച്ചി. അപ്പോൾ പേളിക്കുട്ടി മക്കളവിടെ കളിക്കുന്നുണ്ട്. ബഹളമാണ് ഈ കാണുന്നത്. അവിടെ ഭീഷണി, കല്യാണിക്കുള്ള ഭീഷണി ബോൾട്ടിൻ്റെ വക. എന്താടാ ബോൾട്ടെ കല്യാണി കുട്ടിയോട് എന്നിട്ട് നീ ഭീഷണി ആക്കണേ? എന്താ കല്യാണി കുട്ടി ചിരിച്ച പോലെ ഇരിക്കണേക്ക് പോകും. കല്യാണി ആൾ മോശമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കല്യാണി കുട്ടീനെ നമ്മൾ ആ വീഡിയോയിൽ അവൾ എടുത്തു പറഞ്ഞില്ലേ, കല്യാണി കുട്ടീനെ ആർക്കും കൊടുക്കില്ല എന്ന്. അത് പറഞ്ഞ പിന്നെ ഉണ്ടല്ലോ കല്യാണി കുട്ടിക്ക് നല്ല സാമർത്ഥ്യമാണ്. നമ്മുടെ ഈ ആങ്ങളമാരെ കൂടെയൊക്കെ അവളെ പിടിച്ച് നിൽക്കാനുള്ള എല്ലാ വക സാമർത്ഥ്യങ്ങളും ഉണ്ട് കേട്ടോ അവളുടെ കയ്യിലേ. ഇപ്പോൾ ഇതിലെവിടെ കല്യാണിക്കുട്ടി? ആ കല്യാണിക്കുട്ടീനെയാണ് അമ്മയും മക്കളൊക്കെ കൂടി ഭീഷണിപ്പെടുത്തുന്നത്. എൻ്റെ നെയ്മ മെസ്സിക്കുട്ട കണ്ട കല്യാണിക്കുട്ടിയും ബോൾട്ടുമാണ് ഇത്.
രണ്ടുപേരും. എന്താ കല്യാണി കുട്ടിയെ, എൻ്റെ മോളാരാ? എൻ്റെ മോളെ ചീത്ത പറയാ? വിളിക്കണവൻ എണീക്കിടീന്ന് കളിക്കാൻ വരാൻ വേണ്ടിയിട്ട്. ഞാനേ നമ്മുടെ കോഴികൾക്ക് ഇത്തിരി ചീര അരിഞ്ഞിട്ട് കൊടുക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ചെടികളൊക്കെ കുറച്ച് പൊട്ട ഇലകളൊക്കെ ഉണ്ട്, അതൊക്കെ വലിച്ച് കളയണം എനിക്ക്. ഈ മഴ നനഞ്ഞ് നിൽക്കുമ്പോഴേ നമുക്ക് സുഖമാട്ടോ ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ആക്കുമ്പോൾ വേഗം പോരേ. ചെടികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാന്നൊക്കെ വിചാരിക്കും. പിന്നെ എനിക്ക് തോന്നും വേണ്ട, എടുക്കണ പണി വെറുതെ ആവേ. എന്തായാലും ഇവരൊക്കെ ഒന്ന് വലുതാവട്ടെ, അതുവരെ ഉള്ളത് മാത്രം ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോവാം നമുക്ക്. ഇതേപോലെ ചെടിയും ഇങ്ങനെ നാശമായി നിൽക്കാറില്ല. പക്ഷെ ഇവരുള്ള കാരണം ഒന്നിനും പറ്റണില്ല നമുക്ക്. ഞാനിപ്പോൾ ഇത് വലിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞില്ലേ, അവരുടെ ശ്രദ്ധയിൽ പെട്ടെങ്കിലേ ഞാനിത് വലിച്ച് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്തത് ഈ ചെടിയുമായിരിക്കും അവരെ പണി മുഴുവൻ എടുക്കുക. ഇനി നിങ്ങൾക്കുള്ളത് കൊണ്ടുവരാം കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് അവരെ അമ്മ പേളിക്കുട്ടി പോയി. അപ്പം ഞാൻ വേഗം ചെടിയിൽ അവിടെ നിന്ന് വേഗം ഇങ്ങനെ നീങ്ങി നമ്മുടെ കോഴികൾക്കുള്ളത് കൊടുക്കാം. കൂർക്കയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. കറിയല്ലടാ? അവിടെ ചീരകളൊക്കെ കണ്ട കതിര് വന്നു. കൊണ്ടുവരാട്ടോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് അടുത്തേക്ക് തന്നെ ആട്ടോ വരണേ. വാ 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 കഴിച്ചോട്ടോ. കല്യാണക്കുട്ടി എന്തിനാ വന്നേ? കല്യാണക്കുട്ടി എന്തിനാ വന്നേ? കല്യാണക്കുട്ടി എന്തിനാ വന്നേ? ഞാനുണ്ടല്ലോ 2 കൊള്ളിയാട്ടോ നമ്മൾ വറക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതായത് ഞാൻ കൂടുതൽ വറക്കണമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ മക്കൾക്ക് അങ്ങനെ കൂടുതൽ ഇങ്ങനെയുള്ള ചിപ്സും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാണ്. വല്ലപ്പോഴേക്കും അവർ 2 കഷ്ണം കഴിക്കുന്നതന്നെയുള്ളൂ. പിന്നെ ഞാൻ ഷൈഡിലല്ലേ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കാരണം നമുക്ക് വർക്കും ചെയ്യാം. കൂടുതൽ സമയം നമ്മളല്ലെങ്കിൽ ഇതിന് വേണ്ടി സമയം എടുക്കേണ്ടി വരുമല്ലോ. 2 കൊള്ളിയായിട്ട് എടുത്തിട്ടുണ്ടോ. അപ്പം നമ്മളെ കൊള്ളിയുടെ നീളത്തിനനുസരിച്ചാട്ടോ അത് മുറിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു നീളാട്ടോ എടുക്കുക. അല്ലെങ്കിൽ ഞാൻ വേണ്ട തോന്നി കളയാൻ നല്ല എളുപ്പമാണ്. സുഖമായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നമ്മളുണ്ടല്ലോ കൊള്ളി വറക്കുമ്പോഴേ നീളത്തിലാട്ടോ അരിയണത്. അപ്പോൾ കൊള്ളിയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവിമൊക്കെ കയറ്റിയിട്ടും നമ്മൾ കൊള്ളി വറക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെറുതെ പച്ച കൊള്ളി നിലക്കാനും കുറവിലാട്ടോ അരിഞ്ഞെടുക്കണേ. നമ്മൾ കണ്ടതേ ഇത്രയും കനം കുറവിലാട്ടോ അരിഞ്ഞെടുക്കണത്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാം അത് ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നോക്കി നമ്മളിതാ കൊള്ളിയെല്ലാം ഇതേപോലെ ഇതാ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. ഒപ്പം തന്നെ നമ്മൾ അതിലേക്ക് ഇതാ കുറച്ച് ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ്സിൻ്റെ അടുത്തേക്ക് വെള്ളമായിട്ടും നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മുടെ കൊള്ളിയിലേക്ക് നമ്മൾ വറക്കാനിടുമ്പോഴേ നമ്മൾ ആവിയിലൊന്നും പുഴുങ്ങിയെടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഉപ്പിട്ടിട്ടായാലും പുഴുങ്ങിയെടുക്കാം. ഇതൊക്കെ നമ്മൾ പച്ചക്കൊള്ളി വറക്കണം കാരണം നമുക്ക് വറക്കണതിൻ്റെ ഇടയിലാണ് ഇത്തിരി ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരാം. അപ്പോൾ അതിനാണ് കേട്ടോ നമ്മളിത് ഉപ്പ് കലക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ വെളിച്ചെണ്ണ കാഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു കൊള്ളിയുടെ കണ്ടോ. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്ന് പൊളച്ച് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിതാ കൈ പൊള്ളാത്ത രീതിയിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നല്ല എന്താ പറയുക തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇട്ടാലാണ് കേട്ടോ നമ്മുടെ കൊള്ളി നന്നായി പൊളച്ച് വരുന്നു.
നമുക്കിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ നല്ല ചൂടിൽ തന്നെ ആയിരിക്കണം കേട്ടോ, എങ്കിലാണ് നമുക്ക് കൊള്ളി വറുത്ത് വരുമ്പോൾ നല്ല പൊളച്ച് നല്ല കറുമുറയായിട്ട് കിട്ടുള്ളൂ. ഇപ്പം നോക്കിയാൽ നമ്മുടെ കൊള്ളി കണ്ടോ, തൊടുമ്പോൾ തന്നെ നമുക്ക് അതൊരു കരകരാ സൗണ്ട് പോലെ തോന്നും. കണ്ടോ, നമ്മുടെ വെളിച്ചെണ്ണയിൽ അതിലിങ്ങനെ കിടന്ന് സുഖമായിട്ട് ഓടണത്. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മളിതിലേക്ക് ഉപ്പ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ വെള്ളം, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി കഴിയുന്നതോടുകൂടി ഈ പാത്രം ഈ സൗണ്ടൊക്കെ പോയി കഴിഞ്ഞിട്ടാണ്. അപ്പം അതൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. എന്താ കുറച്ചും കൂടി നേരം ഇല്ല, ഒന്ന് കിടന്നാൽ മതി കേട്ടോ. ഇപ്പം നമുക്ക് കൊള്ളിയുമ്പോൾ തൊടുമ്പോൾ തന്നെ അറിയാം കേട്ടോ, ആ ഒരു ചെറിയ സൗണ്ട്. ഈ ഒരു സൗണ്ട് ഇങ്ങനെ വന്നോടെങ്കിൽ നമുക്ക് ഇതിന് കോരി മാറ്റാം. പിന്നെ ചൂടാറുന്നോറും കൂടിയിട്ട് നമ്മുടെ ഉള്ളിയുടെ വേവ് റെഡി ആകുള്ളൂ കേട്ടോ. ഇപ്പം അല്ലെങ്കിൽ എന്താ നമ്മൾ ഈ അതിൽ നിന്ന് ഒരെണ്ണം കൂടെ എടുത്തിട്ട് നമുക്കിതങ്ങനെ പൊട്ടിച്ച് നോക്കാം. നല്ല ചൂടുണ്ട് കണ്ടോ, ഇങ്ങനെ പൊട്ടണത് ചൂടുള്ള കാരണേര്. ഇങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ ഇത് പാകമായതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വേഗം കോരി മാറ്റാം. എണ്ണയ്ക്ക് വാങ്ങുന്ന ഒരു പാത്രത്തിലേക്ക് വേണം നമുക്കിത് കോരി മാറ്റാം. കണ്ടതിന് ഇടുമ്പോൾ തന്നെ ഉണ്ട് സൗണ്ട്. ബാക്കിയുള്ള നൂല് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നോക്കിയേ, നമ്മൾ വറുത്തിട്ട് കൊള്ളിയുണ്ടോ, എല്ലാം മുരുമുരായിട്ടിരിക്കും കേട്ടോ. നമ്മളിത് ലാസ്റ്റത്ത് നമ്മുടെ വറുക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിതാ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കി മുന്നത്തെ എല്ലാം കണ്ട തണുക്കണമൊന്നുമില്ല കേട്ടോ, നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്കിതിൽ കുറച്ച് വേപ്പില വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതാ കയ്യിലൊന്നിങ്ങനെ വെളിച്ചെണ്ണയിൽ മുക്കി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ വേപ്പില നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നമ്മളിത് കളറൊന്നും അധികം മാറണ്ട കേട്ടോ. വേപ്പിലയുടെ ഇതേപോലെ ആയാൽ മതി. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് നേരെ നമ്മുടെ കൊള്ളി വറുത്തയിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ ഇപ്പോൾ തന്നെ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ വേണ്ട കേട്ടോ, ഇത്തിരി കൂടി കുറവിട്ട് കൊടുക്കാം. കാരണം എരിവ് കൂടണ്ട. നമ്മുടെ കൈ കൊണ്ടുള്ളത് ഇന്നൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇത്ര ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കൊള്ളിട്ടാ നല്ല കരുകരാന്നുണ്ടല്ലോ. ഇപ്പോൾ ഒളിച്ചിട്ട് നോക്കിണ്ട് കേട്ടാ. ഇവിടെ ഇങ്ങനത്തെ അധികം ഉണ്ടാക്കാറില്ല കൊള്ളിയുണ്ട്. പിള്ളേരെ കഴിക്കാറ് അവർക്കത് അത്രയ്ക്ക് അങ്ങനെ വലിയ ഭയങ്കര സൗണ്ട് കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ടാവോ? വൈക്കൻ്റെ അപ്പൊ കൊള്ളിക്ക് മേടിക്കുകയാണെങ്കിൽ ഇതേമാതിരി ആയിക്കോളൂ കേട്ടോ. നല്ല രസമാണ് ശരിക്കും. നമ്മുടെ പണ്ടൊക്കെ ഞാൻ ഇവിടെ അമ്മയ്ക്കും കൊള്ളി ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റും, എന്നിട്ടാണ് അരിയാറ്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഒത്തിരി കൂടി എളുപ്പം. നമ്മുടെ സമയത്തിനൊക്കെ അനുസരിച്ച് പുഴുങ്ങാനും നിൽക്കണ്ട, അപ്പം തന്നെ അരിയാം, അപ്പം തന്നെ വറക്കാം. അപ്പം ഇതും ഒരു കട്ടൻ ചായ മീനില്ലേ, അടിപൊളി. ഇപ്പോഴാണ് നല്ല മഴ. ഞാൻ കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കണ്ടോ? കഴിക്കാൻ സുഖമായിട്ട് നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.